അറേഞ്ച് മാരേജ് ആയാലും ലിവിങ് ടുഗദറിലായാലും ഞാൻ അതിനോട് രണ്ടിലും യോജിക്കുന്നുണ്ട്. അതായത് അതായത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ മേഡം പറഞ്ഞതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയണമെങ്കിൽ നമുക്കിപ്പോ ആ വ്യക്തിയോട് ഇപ്പൊ എൻ്റെ പാർട്ട്ണറായിട്ട് വരുന്ന ആള് ആസ് എ ഡിസേബിൾഡ് പേഴ്സൺ, എൻ്റെ പാർട്ട്ണറായിട്ട് വരുന്ന വ്യക്തിയെ ഞാൻ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അവരെന്നെ ഉൾക്കൊള്ളണം. അപ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു മനുഷ്യനായിട്ട് കാണാൻ പറ്റണം. അവിടെ ഈ ലിവിങ് റിലേഷൻ എന്ന് പറയുന്നത് ആസ് എ പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഒരിക്കലും സെക്സിന് വേണ്ടി മാത്രം ഉള്ളതല്ല ലിവിങ് റിലേഷൻ. ലിവിങ് റിലേഷൻ ഒരു ബന്ധവും അതിന് മാത്രമുള്ളതല്ല. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞു, ആസ് എ നമ്മുടെ വേൾഡില് ഏറ്റവും വലിയ രാജ്യമാണ് ദുബായ്. അവിടെ പല ആളുകളും ലിവിങ് റിലേഷനിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ ലീഗൽ ഞാൻ സാർ അതിലേക്ക് ലീഗലാണെന്നല്ല പറയുന്നത്. ഒരിക്കലും ഒരു സെക്സിന് വേണ്ടിയിട്ട്, അത് ദുബായിലായാലും അമേരിക്കയിലായാലും സെക്സിന് വേണ്ടിയിട്ട് ഒരാളെ കാശ് കൊടുക്കാതെയുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഇപ്പൊ ലിവിങ് ടുഗദർ എന്ന് ഇപ്പൊ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ അപ്പൊ കാശ് കൊടുത്തിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ പറ്റും അങ്ങനെയല്ല. സാർ, ഇതിനകത്തുള്ള ഒരു വലിയ ചാലഞ്ച് നിയമപരമായി കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്ത് പറയരുത്. അല്ലല്ല സാർ, പ്രൊമോട്ട് ചെയ്യുന്നതല്ല. മാത്രം ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, രണ്ട് മനസ്സുകൾ സ്നേഹിക്കാനും ഒന്നിച്ചു പോകാനും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിൽ വിട്ടുവീഴ്ച എന്ന വാക്ക് ആരോ പറയുന്നത് ഞാൻ കേട്ടു. എന്തിനാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? നമ്മളിപ്പോ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരുമിച്ച് ജീവിക്കേണ്ട, സംസാരിക്കുമ്പോൾ പോലും അഭിപ്രായ വ്യത്യാസം, സഹോദരങ്ങൾ തമ്മിലുള്ള, അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു കാലം അവിടെ. അപ്പൊ ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്ന വാക്ക് ഇത്രയും വലിയൊരു പാപമായി കേരളത്തിൽ ഒരു സൈഡിൽ നിന്നാ അതാണ് ഇതിന്റെ അടിസ്ഥാനം. അവരാണ് പറഞ്ഞത്. ആര് വന്നു കഴിഞ്ഞാലും വിട്ടുവീഴ്ച സ്ത്രീക്ക് മാത്രമായി പുരുഷന്മാർക്കല്ല. നിങ്ങൾക്ക് പറയാം, പ്രശ്നമല്ല. ഒരു പ്രിവിലേജ് ഉള്ള ആൾക്ക് ഇതൊരു വിഷയമല്ല. പത്താം ക്ലാസ് വരെ ഈ സ്ത്രീകൾ എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീക്ക് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് ഒരു പുരുഷന് പുറത്തു വന്ന് വർത്താനം പറയണമെങ്കിൽ ഒരു സ്ത്രീയുടെ സഫറിങ് ആവശ്യമാണ്. അവളുടെ വീട് നന്നാക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്തിട്ട് മാത്രമാണ് പുരുഷൻ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കുന്നത്. ആൾക്കാർ ഇറങ്ങുന്നത് എവിടെയാണ്? ഈ സ്ത്രീകൾ എവിടെയാണ്? സ്ത്രീകൾ എവിടെയാണ്? സ്ത്രീകളെ കാണാനില്ല. രാഷ്ട്രീയം നോക്കിക്കോളൂ, നിങ്ങൾക്ക് അവിടെ കാണാനില്ല. നോക്കിക്കോളൂ, സ്ത്രീകളെ കാണാനില്ല. റിസർച്ച് നോക്കിക്കോളൂ, സ്ത്രീകളെ കാണാനില്ല. ഈ സ്ത്രീകൾ മുഴുവൻ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു, കല്യാണം കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.